ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം എക്സാമിൻ്റെ ഒരു കാലമാണ് അല്ലേ. അപ്പോൾ എക്സാം എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും, ചില കുട്ടികൾക്ക് മാത്രം. പക്ഷേ സൈലം ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾ ഒന്നുകൊണ്ട് പേടിക്കണം. നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ക്ലാസ്സിലും നല്ല അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ എന്താക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ റെഡി ആണെങ്കിൽ നമുക്ക് 5ാം ക്ലാസ്സിലെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു തരം ചോദ്യമാണ് ഏതിനുള്ളത്, ഇങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം അല്ലേ. ഇൻസൈഡ് നമ്പേഴ്സിൽ നിന്നും ഒരുപാട് തരത്തിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ചോദ്യം വേഗം മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവും. ഇപ്പോൾ 2 രീതിയിൽ വരുമ്പോൾ എൻ്റെ കൂടെ എന്ത് ചെയ്യുക, നല്ലോണം മിസ്സിൻ്റെ കൂടെ തന്നെ വായിക്കുക. അതേപോലെ ഞാൻ ചെയ്യുമ്പം എൻ്റെ കൂടെ ചെയ്യുകയും വേണം. ഓക്കെ, റെഡി? അപ്പോൾ ഇതാ നമ്മളെ ചോദ്യം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയടാ. എന്താണ്? താഴെ കൊടുത്തവയിൽ 18ന്റെ ഘടകങ്ങൾ മാത്രമുള്ള സെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബി ആൻഡ് സി ആൻഡ് ഡി. അപ്പം ഈ നമ്പേഴ്സുകൾ ഏതാണ് 18ന്റെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ റെഡി ആയിട്ട് തന്നെ മക്കൾ എന്ത് ചെയ്യാതെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. നമുക്ക് റെഡി ആയിട്ട് എന്താ പറഞ്ഞത്, 18ന്റെ എന്താ ചോദിച്ചത്, എലമെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ റെഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 18ന്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 18ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റർ എടുക്കുമ്പോഴേ. അപ്പോൾ അതൊന്ന് എഴുതി നോക്കിയാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം എൻ്റെ കൂടെ എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികളെ എഴുതണം. ഇതേ നമ്മൾ അറിയുന്ന കാര്യമാണ് ഏത്, 1 × 18 എന്ന് പറഞ്ഞാൽ എന്താ, 18 ആണ് അല്ലേ. 1 × 18 18 ആണ്. അതേപോലെ 2 × 9 എന്താണ്, 18 ആണ്. 2 9 18 ആണ്. അതേപോലെ 3 × അല്ലേ ഏതാ വരുക, 3 × 6 എത്രയാണെടാ, 18 ആണ്. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 18 കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് 18ന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിക്ക് എന്ത് പറയാം, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഏതൊക്കെ, 1 അല്ലേ. 1 എന്ന് പറയുന്നത് 1, അതേപോലെ എന്ത് പറയാം 2, 3, 6, 9, 18 ഈ സംഖ്യകളാണ് 18ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏതൊക്കെയാണ് വരിക, 1, 2, 3, 6, 9, 18. അപ്പോൾ ഈ ഒരു കാര്യം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഏടെ നമ്മൾ ഓപ്ഷൻസിൽ എൻ്റെ മക്കളൊന്ന് നല്ലോണം നോക്കിയാൽ മനസ്സിലാവും. 1, 2, 6, 9, 3 and 18. അപ്പോൾ ഓപ്ഷൻ സി ആയിട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്, ഓപ്ഷൻ സി. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. എൻ്റെ കുട്ടികൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനസ്സിലാക്കിയാൽ വേഗം കിട്ടും. അപ്പോൾ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. റെഡി? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, റൈറ്റ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 32. അപ്പോൾ ഇതേപോലെ മക്കൾ എന്ത് ചെയ്യണം, 32ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ ഒന്ന് എഴുതി നോക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 32ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് 32ന്റെ ഫാക്ടേഴ്സ് ഇതേപോലെ എഴുതി നോക്കാം. ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ മനസ്സിലാക്കണം. മക്കൾ കണ്ടുപിടിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണോ ടീച്ചർ ഇവിടെ പറയുന്നതെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡി? എന്താ വരുക, 1 × 32 അല്ലേ. അതേപോലെ 2 × 16 അതും 32 ആണ്. നെക്സ്റ്റ് 4 × 8 എന്ന് പറഞ്ഞാലും 32 ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇവിടെ കിട്ടിയ നേരത്തെ പറഞ്ഞ നമ്പേഴ്സ് പോലെ തന്നെ 1, 2, 4, 8, 16 and 32 ഇതൊക്കെ എന്താണ്, ഇവിടെ 32ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ നമുക്ക് എഴുതി കൊടുത്തൂടെ. ഏതൊക്കെയാണ് വരുക, 1, 2, 4, 8, 16 and 32. സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു. റെഡിയാണ്? അപ്പോൾ ഇതേപോലെ എൻ്റെ കുട്ടികളെ ഇനി അടുത്തത് നമ്മളോട് സി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താന്ന് നോക്കാം അല്ലേ. സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഈ 16 and 40 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച ഒരു കാര്യമാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ. എന്തായിരുന്നു, ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാലും ഹയസ്റ്റ് എന്ന് പറഞ്ഞാലും ഒന്നാണെന്ന് മനസ്സിലാക്കുക. എന്തായിരുന്നു, 1
പൊതുഘടകം അല്ലെങ്കിൽ HCF നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? HCF ആണ്. ആരുടെയൊക്കെ? 16ന്റെയും 40ന്റെയും. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സ്റ്റെപ്പും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ദേ ഇവിടെ 16ന്റെയും 40ന്റെയും എന്ത് കണ്ടുപിടിക്കാൻ? നമ്മൾ HCF കാണണം. അതിന് ഈ ഒരു തട്ട് പരിപാടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് നോക്കേണ്ടത്? ഈ രണ്ടില് പോകുന്ന കോമൺ ആയിട്ട് പോകുന്ന പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ നോക്കിക്കേ, 16ലും 40ലും പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 പോവോ നോക്കണം അല്ലെ? 2 പോവോ? പോകും അല്ലേ? 2 പോകും. എത്ര തവണ പോകും? 16ല് 8 തവണ പോകും. 8 2 അല്ലേ 16. അതേപോലെ 40ല് 20 തവണ പോകും. ഇനി നോക്കിക്കേ, 8ലും 20ലും 2 വീണ്ടും പോവില്ലേ? അപ്പൊ 8ലും 20ലും 2 പോകും. എത്ര തവണയായിട്ട് പോകും? 8ല് 4 തവണ, 20ല് 10 തവണ. ഇനിയും പോവോ നോക്കിക്കേ, 2 പോവോ? വീണ്ടും പോകും 2. 4ല് 2 തവണ പോകും. 10ല് 5 തവണ പോകും. ഇനി നോക്കിക്കേ എന്റെ കുട്ടികള്, 2ലും 5ലും കോമൺ ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ കാണുന്നുണ്ടോ? ഇല്ല, 2 പോവില്ല. 2 ഇവിടെ 2ല് മാത്രമേ പോകൂ, പക്ഷെ 5ല് പോവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, നിർത്താം. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് HCF കിട്ടി. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപേ കേട്ടോ. ആ ചരിഞ്ഞ് കിടക്കുന്ന നമ്പേഴ്സ് ആരൊക്കെയാ? 2ഉം 2ഉം 2ഉം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ? 8 ആണ്. അപ്പൊ HCF ഓഫ് ആരുടെ? 16ന്റെയും 40യുടെയും HCF എന്ന് പറഞ്ഞാൽ എത്രയാടാ വരിക? 8 ആണ് വരിക. അപ്പൊ നമുക്ക് അതും കിട്ടി. അപ്പൊ നോക്കണം, നമ്മൾ സിമ്പിൾ ആയിട്ട് C ക്വസ്റ്റ്യനും ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യമായിരുന്നു ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് 144 ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് 144നെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇതും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്റെ കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്ത് പോകണം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തട്ട് പരിപാടിയാണെന്നുള്ളത് ആദ്യം ഒന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്ത് പോരേണ്ടത്. റെഡി? അപ്പൊ അതിന് വേണ്ടിയിട്ട് 144 2 പോവോ നോക്കണം. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 പോവോ നോക്കുക. 2 പോവില്ലേ? 2 പോകും. എത്ര തവണ പോകും എന്നുകൂടെ നോക്കാം. എത്ര തവണ പോകും? 72 തവണ പോകില്ലേ? 72 തവണ പോകും. ഇനി 72ല് 2 പോവോ? അതും പോകും. അപ്പൊ 72ല് 2 36 തവണ പോകൂലേടാ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. 36 തവണ പോകും. ഇനി 36ല് 2 പോവോ നോക്കാം. നമ്മൾ 36ല് 2 പോകും. എത്ര തവണയായിട്ട് പോകും? 36ല് 18 തവണയായിട്ട് പോകൂലേ? 18. ഇനി 18ലും 2 പോകും. 18ല് 2 9 തവണ പോകും. 9ൽ ഇനി 2 പോവോ? ഇല്ല കേട്ടോ, 9ൽ ഇനി 2 പോവില്ല. പക്ഷെ 9ല് 3 പോകും. എത്ര തവണ പോകും? 3 തവണ പോകും. 3ല് 3 1 തവണ പോകും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു, ഫാക്ടറൈസ് ചെയ്യുമ്പം താഴെ 1 കിട്ടുന്നത് വരെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്ത് വരണം. ഇനി ഇതേ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി, ഇതേ സൈഡിൽ കിട്ടിയ ആ നമ്പേഴ്സിലെ അതാണ് നമ്മൾക്ക് കിട്ടിയ 144ന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 2ഉം 3ഉം അതിന് 144ലെ പ്രൈം ഫാക്ടേഴ്സ് ആണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താക്കിയാൽ മതി? ആ സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന നമ്പേഴ്സില്ലേ, അതാരൊക്കെയാ? 2 2 2 2 3 3 അല്ലേ? ഇവരെന്ത് ചെയ്യുക? ഗുണിച്ചു കൊടുക്കുക. ഇവരുടെ മൾട്ടിപ്ലൈസ് ആയിട്ട് എഴുതാനാ പറഞ്ഞത്. അപ്പം ഗുണിക്കണം, അതിന്റെ ഇടയിൽ കൊടുത്താൽ മതി എൻ്റെ കുട്ടികള്. അപ്പൊ 144 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 × 2 × 2 × 2 × 3 ചെയ്താൽ എന്താവും? 144 ആവും. അപ്പൊ ഇത് നിങ്ങളെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എൻ്റെ കുട്ടികള് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം വന്നിരിക്കും. ഇതേപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡും ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളെ ഒരു ചോദ്യം പോലും വിട്ടേക്കാതെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അല്ലേ നോക്കി സെറ്റാക്കി പഠിച്ചിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.